ആന്റി ഡാഡി വന്നു. മോളെ അനിതേ, നീ മാത്സിന് മോശമാണെന്ന് പ്രൊഫസർ ശർമ്മ പറയുന്ന കേട്ടല്ലോ, ശരിയാണോ? അത് പിന്നെ നല്ലോണം പഠിക്കണം കേട്ടോ. അയ്യോ, മോളെ നെറ്റിയിൽ എന്ത് പറ്റി? അതെ, മോൾ അടങ്ങി ഒതുങ്ങി ഒരിടത്ത് ഇരുന്നിട്ട് വേണ്ടേ? ഞാൻ പറഞ്ഞോളാം. സ്കൂളിൽ ഓടിയപ്പോ ഒന്ന് വീണു, ഇത്തിരി ചോര വന്നു. അതിന് ഈ മമ്മി ഇവിടെ കിടന്ന് എന്ത് ബഹളായിരുന്നു. മോള് വാ. എന്താ പോലുള്ള മകളുടെ കല്യാണ കാര്യമൊക്കെ എന്തായി? ഒന്നും ആയില്ല സാർ. പട്ടാളത്തിൽ നിന്ന് അനന്തരവും വരുന്നുണ്ട്, അവൻ വരട്ടെ, അതുവരെ കാത്തിരിക്കാം. അത് ശരി. ഗോപി, ആ മൂന്നാമത് നില ബാക്കി ഉണ്ടായിരുന്ന 4 റൂമും പൂച്ചു കഴിഞ്ഞോ? അത് ഇന്നലെ തന്നെ കഴിഞ്ഞു ചേട്ടാ. എല്ലാം വൃത്തിയായിട്ട് ചെയ്യിക്കണം. നാളെ രാവിലെ 7 വരുന്നുണ്ട്. ആ ചേട്ടൻ കോട്ടേഴ്സ് പഠിക്കുന്ന സൈറ്റിൽ പോയിരുന്നു. ഞാൻ അവിടെ നിന്നാണ് വരുന്നത്. ബാലൻ വന്നില്ലേ? അകത്തുണ്ട് ചേട്ടാ. ചെങ്ങന്നൂരിലെ സൈറ്റിലേക്ക് തടിയെത്തിയിട്ടില്ല. ബാലനോട് അതുവരെ ഒന്ന് ചെല്ലാൻ പറയണം. ശരി ചേട്ടാ. ഹോസ്പിറ്റലിന്റെ ടെൻഡർ ഒന്നല്ലേ, എനിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞില്ല. നീ വരുന്ന വഴിക്കൊന്ന് അന്വേഷിച്ചിട്ട് വരണം. ആ പോവാം. ആ ബാലേട്ടാ, എന്താ ഗോപി? ചെങ്ങന്നൂരിലെ സൈറ്റിലേക്ക് ഇതുവരെ തടിയെത്തിയിട്ടില്ല. ഉടനെ അവിടം വരെ പോവാൻ ബാലേട്ടനോട് ചേട്ടൻ പറഞ്ഞു. ശരി, ഞാനിപ്പോ തന്നെ പോവാം. ആ ചേട്ടാ, ബാലേട്ടൻ 2500 രൂപ ചോദിച്ചു. എന്നിട്ട് നീ കൊടുത്തോ? അതെങ്ങനെ കൊടുക്കുന്നത്? കഴിഞ്ഞ മാസം 1000 രൂപ കൂടുതൽ മേടിച്ചു. വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിലാണ്. നീ എന്താ കൊടുക്കാത്തത്? നമ്മുടെ അച്ഛനും ബാലന്റെ അച്ഛനും ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിരുന്നു. നമ്മുടെ അച്ഛൻ മരിച്ച ശേഷം അയാൾ നമ്മളെ വളരെ അധികം സഹായിച്ചിട്ടുണ്ട്. അയാളില്ലാതെ നമ്മൾ ഈ നിലയിൽ എത്തുമായിരുന്നില്ല. ബാലനും ആദ്യം മുതൽക്കേ നമ്മുടെ കൂടെ. നീ നാളെ പോയി ആ കാശ് കൊടുത്തേക്ക്. ശരി ചേട്ടാ. ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ, ഡ്രൈവർ അങ്കിൾ. എന്റെ അമ്മേ, അത് എന്താ ആവശ്യത്തിന്? എന്തിന്? ഓ ദേശമുണ്ട്, അവസ്ഥയുണ്ട്. ഇന്നേ ഹോസ്പിറ്റലിന്റെ ജനറലിന്റെ കാര്യം എന്തായി? അത് നമുക്ക് തന്നെ കിട്ടിയേട്ടാ. ഗുഡ്. ചായ. ലക്ഷ്മി, ഹോസ്പിറ്റലിന്റെ ടെൻഡർ നമുക്ക് തന്നെ കിട്ടി. വേണ്ട, ചേട്ടത്ത് പിടിച്ചോളൂ. കുടിയിടാ.
Yes, yes. Okay, see you. സാർ എന്തായി ജോണി? ഹോസ്പിറ്റലിന്റെ വർക്ക് നമുക്കെല്ലാം കിട്ടിയല്ലോ. നമുക്ക് കിട്ടിയില്ല സാർ. കിട്ടിയില്ല എന്ന് പറയുന്ന എളുപ്പമാണ്. അത് കിട്ടാൻ എന്താണ് വേണ്ടത്? അത് ചെയ്യാമായിരുന്നു. സാറ് പറഞ്ഞ എമൗണ്ട് അല്ലേ ഞാൻ കോട്ട് ചെയ്ത്. പ്രഭാരം നമ്മളെക്കാൾ കുറഞ്ഞ എമൗണ്ട് കോട്ട് ചെയ്ത് വർക്ക് അയാൾക്ക് കിട്ടി. 10-40 ലക്ഷം രൂപ വരെ വർക്കിടാ പോയത്. നമ്മൾ കോട്ട് ചെയ്യുന്ന എമൗണ്ടിന് വർക്ക് നമുക്ക് കിട്ടണം. അത് നീ അവരെ കണ്ടുപിടിക്കണം. നിന്നെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന എന്നെ പറഞ്ഞാൽ മതി. മോൾ ഉറങ്ങിയല്ലേ? ആ, അവൾ അനിതയുടെ കൂടെ കിടന്ന് ഉറങ്ങിപ്പോയതാ. പിന്നെ മണി എത്രയായിരുന്ന വിചാരം? ഉറങ്ങണ്ടേ? ഉറങ്ങിക്കോളൂ. അത് കൊള്ളാം. എന്നാ പിന്നെ എനിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങരുത്. ചേട്ടൻ വലിയ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറും ഒക്കെയാണ്, സമ്മതിച്ചു. ഇത് മാത്രം മതിയോ? പിന്നെ എന്ത് വേണം? വല്ലപ്പോഴൊക്കെ എന്റെ ഭർത്താവും കൂടെ ആകണം. ഓ, അത് ശരി. അല്ല, ഇതെന്തൊരു കുടിയാ? ഇങ്ങനെ കുടിച്ചാലോ? ശരീരം നോക്കണ്ടേ? എന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ലടി. കുടിക്കണ്ടെന്ന് വെച്ചാൽ ഓരോ പ്രശ്നങ്ങൾ മനസ്സാകെ. ആ ആശുപത്രിയുടെ കോൺട്രാക്ട് എനിക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. അത് കയ്യിൽ നിന്ന് പോയില്ലേ? അതിനിങ്ങനെ കുടിച്ചാ പോയത് തിരിച്ചു വരുമോ? നീ പോടി. എന്താ നട ഇത്? വേണോ? നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാനൊരു സിനിമയ്ക്ക് പോയിരുന്നു വെച്ചേ. നിനക്ക് പഠിക്കാനൊന്നുമില്ലല്ലോ, നീ ഇങ്ങനെ കറങ്ങി നടന്നോ? ഇത് കുടിച്ചത് മതി. ഓഹോ, അത് നീയാണോ തീരുമാനിക്കേണ്ടത്? എപ്പ കുടിക്കണമെന്നും കുടിക്കണ്ടെന്നും എനിക്കറിയാം. എന്ത് നല്ല മുടിയായി പെണ്ണിന്റെ. ഇത്തിരി എണ്ണയൊക്കെ പരത്തിയാൽ എന്ത് ഭംഗിയായിരിക്കും. ഇതാ ചേച്ചി ഇപ്പോഴത്തെ ഫാഷൻ. എനിക്കൊരു പൊട്ട് വെച്ച് തരാമോ? ലക്ഷ്മി, മോള് റെഡിയായില്ലേ? ഞാൻ റെഡി. എന്നും ഡാഡിയാ ലേറ്റ്. നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. എന്നെ മമ്മി കുറച്ചോളൂ. വാ മോളെ, പോവാം. ചേട്ടാ, ഞാനും വരുന്നു. എന്നെ കൂടെ കോളേജിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്യൂ. വരൂ. വിനോദിക്കോ? ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. എന്തിനാ? നീ ക്ലാസ് കട്ട് ചെയ്തിട്ട് വാ, നമുക്ക് ഇവിടം വരെ പോകാം. എവിടെയാ? ഇത്തിരി ദൂരെയാണെന്ന് വെച്ചോ, നമുക്ക് കോളേജ് വിടുന്ന സമയത്ത് തിരിച്ചു വരാം. അയ്യോ, എന്റെ പൊന്നെ, ഞാനില്ല. എനിക്ക് പേടിയാ. എന്റെ കൂടെ വരുന്ന എന്തിനാ പേടിക്കുന്നേ? അതല്ലേ വേണു, കൊച്ചേട്ടൻ പലയിടത്തും ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആളാ. വല്ലയിടത്തും വെച്ച് കണ്ടാൽ നിന്റെ കൊച്ചേട്ടനെ ഒന്ന് കയ്യിലെടുക്കാൻ എന്താ പണി? നീ പേടിക്കേണ്ടെന്ന്, ആരും കാണില്ലെന്ന്. അയ്യോ വേണ്ട വേണു, ഇനി ഒരു ദിവസമാകാം. ശരി, ഭവതിയുടെ ഇഷ്ടം പോലെ. വാ, ക്ലാസ്സിലെങ്കിലും കയറാം.
കമിൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ടേക്ക് യുവർ സീറ്റ്. കഴിക്കാൻ ചായയോ കാപ്പിയോ? ഒന്നും വേണ്ട. മകന്റെ പഠിത്തമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? അതങ്ങനെ നടക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ദിവസം കൊണ്ട് വിചാരിക്കുന്നു മിസ്റ്റർ പ്രഭയെ ഒന്ന് കാണണം. എന്താ വിശേഷിച്ച്? അല്ല, അങ്ങനെയൊന്നുമില്ല. ആശുപത്രിയുടെ കോൺട്രാക്ട് കിട്ടിയെന്ന് പറഞ്ഞു. നല്ലത്. ഇത്രയും കുറഞ്ഞ തുകയ്ക്ക് വർക്ക് എടുത്തിട്ട് നിങ്ങൾക്കിത് എങ്ങനെ മുതലാവുന്നു? എനിക്കതിൽ നഷ്ടമൊന്നുമില്ല. പിന്നെ ആശുപത്രി ഒരു പൊതുസ്ഥാപനമാണല്ലോ, വലിയ ലാഭം പ്രതീക്ഷിച്ചതുമില്ല. എന്നാലും മിസ്റ്റർ പ്രഭയെ, ഞങ്ങൾക്കൊക്കെ ഇവിടെ ജീവിക്കണ്ടേ? എനിക്ക് തോന്നുന്നത് നമ്മൾ തമ്മിൽ ഒരു ധാരണയിലെത്തുക. എനിക്ക് മനസ്സിലായില്ല. നമ്മൾ രണ്ടുപേരും കൊടുക്കുന്ന കൊട്ടേഷൻ പരസ്പരം അറിഞ്ഞുകൊണ്ട് കൊടുക്കുക. നമ്മൾ തമ്മിൽ എന്തിനാ ഇങ്ങനെ ഒരു മത്സരം? ഒരു വർക്ക് നിങ്ങൾക്കും കിട്ടും, ഒന്ന് എനിക്കും കിട്ടും. എനിക്കങ്ങനെ ആരോടൊരു മത്സരവുമില്ല. അല്ല, ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞതല്ല, നമ്മൾ തമ്മിൽ ഒരു ധാരണയിൽ എത്തണമെന്ന് പറഞ്ഞത് മാത്രം. അത് വേണ്ട. നമ്മൾ തമ്മിൽ ഇങ്ങനെ തന്നെ അങ്ങ് പോകുന്നതാ നല്ലത്. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഞാൻ വരട്ടെ. ശരി. മോനെ പൊന്നമ്മേ, എന്താ സാർ? കുളിച്ചേച്ച് വേഗം വരണേ. ശരി. ആ നിൽക്ക്. അച്ഛൻ വിളിച്ചതേ ഇതാ, ഇത് കണ്ടോ? ഈ സാധനം അങ്ങോട്ട് ഏക്കുന്നില്ല. അച്ഛനൊട്ട് തികയത്തുമില്ല. ഒരു 2 രൂപ കൂടെ നീഞ്ഞിട്ടാ. എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? എന്റെ കാശില്ല. കൂലി കിട്ടാൻ ഇനി 3-4 ദിവസം കൂടിയില്ലേ? ഞാൻ പോകുന്നു. വഴി മാറണം. പൊന്നമ്മേ, എന്റെ ജീവിതം ഒരു മോട്ടോർ വാഹനമാണ്. ഹോണടിക്കാതെ ഞാൻ ആർക്കും വഴിമാറി കൊടുക്കില്ല. നീ ഹോണടി, ഞാൻ വഴിമാറില്ല. താനൊന്ന് മാറുന്നേ, എനിക്ക് കുടിക്കാൻ പോണം. ഈ 2 വീലർ എന്തിനാ എപ്പോഴും സർവീസ് ചെയ്യുന്നത്? നമുക്ക് ഒരു 4 വീലർ ആവുക. മനസ്സിലായില്ലേ? നമുക്ക് കല്യാണം കഴിക്കാവുന്നത്. അനാവശ്യം പറയുന്നു. ഞാൻ അച്ഛനെ വിളിക്കും. അച്ഛാ, അച്ഛാ. വരമാട്ടേൻ. നിന്റെ അച്ഛൻ ആക്സിൽ ഒടിഞ്ഞ് വീല് പഞ്ചറായി ബാറ്ററി ഡൗൺ ആയി കിടക്കുക. നിങ്ങളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ആണോ? ഞാൻ സ്വയം ഈ സൈഡിൽ പാർക്ക് ചെയ്യണമെന്നാണോ പറയുന്നത്? ഇല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. വേണമെങ്കിൽ പൊന്നമ്മ വന്നിട്ടൊരു ആക്സിഡന്റ് ഉണ്ടായിക്കോളൂ. അതെനിക്കൊരു സുഖമാണ്. ഞാൻ ഇവിടുന്ന് മാറില്ല. മാറില്ലേ? പൊന്നമ്മേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പൊന്നമ്മേ. നീ ഇനിയും ഇങ്ങനെ 2 വീലറായിട്ട് നടന്നാൽ മതിയോ? ബാലൻസ് തെറ്റി അപകടം സംഭവിച്ച് വർക്ക്ഷോപ്പ് കയറ്റേണ്ടി വരും. അങ്ങോട്ട് മാറാൻ നിൽക്കണോ? അയ്യോ, പ്രീമിയർ ബൾബിനി, നിന്നെ എന്റെ വർക്ക്ഷോപ്പിൽ ഞാൻ കയറ്റും. കൊള്ളാം, എനിക്കിഷ്ടമായി. എന്നാ നീ എടുത്തോ. വലിയ ചെടിയാ കേട്ടോ. സുരേഷ്, ഇതിന്റെ കാലെവിടെ? മേടിച്ചപ്പോഴേ അങ്ങനെയാ. പിന്നെ എങ്ങനെയാ ഇത് ഓടുക? ഇത് ഓടില്ല ബിന്ദു. ഇത് ഓടിയിരുന്നെങ്കിൽ കാലു വന്നേനെ. ആഹാ, മോളെ പോന്നു. ആന്റി വന്നിട്ടുണ്ടോ? ആണോ? വാ, നമുക്ക് അകത്ത് പോവാം. മമ്മി, അങ്കിൾ. ചേച്ചി ബിന്ദുമ്മയുടെ ബർത്ത്ഡേക്ക് ക്ഷണിക്കാൻ വന്നതാ. അതിനിപ്പോ ക്ഷണിക്കണമെന്നുണ്ടോ? അല്ലാതെ തന്നെ ഞങ്ങളും വരില്ലേ? ഞങ്ങൾക്ക് ഓർമ്മയുള്ള അപൂർവം ചില ദിവസങ്ങളിലൊന്നാണ് ബിന്ദുമോളുടെ ബർത്ത്ഡേ. പ്രഭേട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, അങ്ങനെയാവട്ടെ. പോട്ടെ ബാലേട്ടാ. ആ, മോളെ, അതൊന്നും കൊടുത്തേക്ക്. ആന്റി, ഞാൻ ബിന്ദുവിന് കൊടുത്തതാ. അത് മോടെ കയ്യിലിരുന്നോട്ട്. വരട്ടെ. സുരേഷ്, ടാറ്റാ. ടാറ്റാ. ടാറ്റാ ആന്റി. അങ്കിൾ, ടാറ്റാ. ഡാഡി, എന്റെ ബർത്ത്ഡേക്ക് എന്റെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിക്കണം കേട്ടോ. ശരി. നീ എന്താ അത്ര വൈകിയത്? ഞങ്ങൾ ഊണ് കഴിക്കാൻ കാത്തിരിക്കായിരുന്നു. മോളുടെ ഉടുപ്പ് വെച്ചിട്ടാൻ വൈകി. ഓഹോ.
നോക്കട്ടെ പൊട്ടിട്ട് എന്റെ ഫ്രോക്ക്. വാ. ഡാഡി ഇതെന്നെ ഇട്ടു തരുമോ? വേണ്ട മോളെ, ബർത്ത്ഡേ കിട്ടാ മതി. ശരി മമ്മി.